I started off being a critic of Mr. Mohandas Karamchand Gandhi. Then I became a fan. We say that ഇനി മഹാത്മാഗാന്ധി എപ്പോലെ ഒരാളെ ജീവിക്കുന്ന അല്ലത് ജനിക്കുന്ന കഷ്ടമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും ഉണ്ട്. So you are the only person who pursue Gandhi in the true form. സാറ് പറഞ്ഞിട്ടാണ് ഗാന്ധിജി 2 കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സാറിന്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലൊക്കെ അതർ ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷെ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദേ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അല്ല, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം ഐ സ്റ്റാർട്ടഡ് ഓഫ് ബീയിങ് എ ക്രിട്ടിക് ഓഫ് മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദെൻ ഐ ബിക്കേം എ ഫാൻ. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, ആവില്ല. ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ദാറ്റ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് അഹിംസ. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ് അത്. ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് എ ഡിഫറെന്റ് ഫേസ്, സെയിം കോയിൻ വിത്ത് എ ഡിഫറെന്റ് സൈഡ് ടു ഇറ്റ്. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക് ബട്ട് ഐ വിൽ ഗോ ബൈ ദ ലോ എന്ന് പറയുന്ന ആൾ. രണ്ടും ശരിയാണ്. ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ വാട്ട് ഡു ഐ ചൂസ് എന്നുള്ളതാണ് മുഖ്യം. You will see the film. He has written nice dialogues, so I don't want to say it before he says it on screen. ഇതിന്റെ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ അതിലുണ്ട്, ഡയലോഗ്സിലുണ്ട്. All the same thing. Why are you then wearing Senapati's uniform if you so believe in Gandhi? So he is also a man who doesn't take Gandhiji lightly. He takes him to be a very serious answer to today's questions. So you will see that in the film. I think you will get the answer. I hope. Recently ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മലേഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ PM-നെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ അതിലെ ഒരാള് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന്. SJ സൂര്യ റീസെന്റ് അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? എക്സാക്ട്ലി വെൻ we say that ഇനി മഹാത്മാഗാന്ധി എപ്പോലെ ഒരാളെ ജീവിക്കുന്ന അല്ലത് ജനിക്കുന്ന കഷ്ടമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും. നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോന്ന്? ഉണ്ട്. ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് he might be the next Gandhi, but we have to recognize him. That starts with that airline counter guy who says, I'm sorry. They said, we'll connect you to the PM's office. He said, okay, give me, I'll talk to the PM. Aa dhairyam, aa valor, I appreciate it. Other people were slightly upset of missing the flight, but we've got the right track. Flight miss-avam, but journey we have got it. That is what I was saying, and I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. അയാള് ഓണസ്റ്റായി ഇരുന്നിരിക്കണം എന്ന് പറയുന്നേക്കാളും ഞാൻ അങ്ങനെ ആയിരുന്നോ ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ഒരു ചോദ്യം. That question is asked by the film. The answer is shown in the film. So that is very important for me. And thank you for saying that, because that is not a PR we planned. It happened. And we all Indians who are honest become our champions.